ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും മീഡിയ മെസ്സേജ് മലയാളം അവതരിപ്പിക്കുന്ന ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റ് എന്ന ഷോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഷോയിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ ഏവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇതാ ഈ പുതിയ വർഷത്തിൽ ഞങ്ങളും വന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പ്രോഗ്രാമോടെ. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്തിയേക്കാം. എന്നെ നിങ്ങൾക്ക് മാഷ് എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നത് അപർണ എന്ന ഒരു ഗായികയാണ്. കുട്ടി ഗായിക മാത്രമല്ല, നല്ല പോലെ പാചകവും ചെയ്യും. അപ്പൊ ഈ പാചകത്തിന്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ ടെസ്റ്റ് കൊടുക്കും. ആദ്യം തന്നെ ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് എന്ത് വെച്ചാണ് പാചകം ചെയ്യേണ്ടത്. ഞാൻ കൊടുക്കുന്ന ഡിഷായിരിക്കും പാചകം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഡിഷല്ല, ഇൻഗ്രീഡിയൻറ്റ് വെച്ചായിരിക്കും കുട്ടി പാചകം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റ് എന്താകും എന്ന് കുട്ടിക്ക് സസ്പെൻസ് ആണ്. അത് ഞാൻ ഇവിടുന്ന് എൻ്റെ ടീമിലുള്ള ഒരാളെ ഞാൻ ആ ഇൻഗ്രീഡിയൻറ്റുമായിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ എത്താൻ സമയമായി. എന്തായാലും നമുക്ക് നോക്കാം. ഓവർ ടു അപർണ. ഹായ്, എൻ്റെ പേര് അപർണ. ഐ എം എൻ എഞ്ചിനീയർ ബൈ ഡിഗ്രി ആൻഡ് സിംഗർ ബൈ പ്രൊഫഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. സോ ഈ കിച്ചൺ, ഈ ഷോ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ന്യൂ ആണ്. ഐ എം സ്റ്റിൽ ന്യൂ ടു ദിസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. വെൽക്കം ടു ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റ്. സോ ട്വിസ്റ്റ് എന്താണെന്നല്ലേ? ഫസ്റ്റ് ട്വിസ്റ്റ്, ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, എനിക്കും അറിയില്ല. സോ ഇപ്പോൾ എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വരുന്നതെന്ന് നോക്കാം. ഹായ്, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഗിഫ്റ്റ്. ഇതിൻ്റെ അത് എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ലെറ്റ്സ് സീ. എന്നെ സൂക്ഷിക്കണം, ഞാൻ അപകടകാരനാണ്. ഞാൻ അപകടകാരിയാണ്, ഞാനത് പറഞ്ഞോട്ടെ. ഓ, മത്തങ്ങ. മത്തങ്ങ. കുട്ടിക്ക് മത്തങ്ങ ഇഷ്ടമാണോ? എനിക്കിഷ്ടം മത്തങ്ങ. നല്ല. ഇതിപ്പോൾ വെച്ച് ഞാൻ എന്താ ചെയ്യേണ്ട മാഷേ? വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാധാരണ ഡിഷ്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഡിഷോ? ക്യാൻ ബി എ തോരൻ, ഗ്രേവി, അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ച് നല്ല പോലെ ചെയ്യുക. എന്തായാലും അവസാനം ടേസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ആലോചിക്കട്ടെ, ഒരു 5 മിനിറ്റ്. ഷോ 5 മിനിറ്റ് അല്ലേ? ധാരാളമായിട്ട് എടുത്തോളൂ. മത്തങ്ങ ഉപയോഗിച്ച് ഇതിനു മുന്നേ ഡിഷ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ കുട്ടി? മത്തങ്ങ ഉപയോഗിച്ച് കൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതിലൊരു രസമില്ലല്ലോ. അതൊക്കെ അമ്മമാർ വെച്ചാലേ രസമുള്ളൂ. ചേച്ചിമാരെന്താ വെക്കാൻ പോകുന്ന അപ്പോ? ഞാൻ ചേച്ചിയല്ല. ചേച്ചിയല്ലേ? എന്നാ കോളേജ് കുമാരി എന്ന് പറയാം. എന്തേ? നമുക്കെന്തേലും പുതിയതായിട്ട് ട്രൈ ചെയ്യാം. ലൈക്ക് മത്തങ്ങയിൽ കുറേ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ. സോ ഇറ്റ് ഗോസ് വെൽ ഇൻ എ ഗ്രിൽ. സോ വി ക്യാൻ ഗ്രില്ല് ചെയ്തിട്ട് ഒരു സാലഡ് ഉണ്ടാക്കാം. നമുക്ക് 3 കോഴ്സ് പോയാലോ? അത് ഓൺട്രേ എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ. ഹൽവ, പംകിൻ ഹൽവ. അല്ലെങ്കിൽ പായസം ഉണ്ടാക്കിയല്ലോ? ഓക്കെ, പായസം ഓക്കെയാ. പോയിസൺ ആവാതിരുന്നാ മതി. സോ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഒരു ഫുൾ കോഴ്സ് മീൽ ഉണ്ടാക്കി നോക്കാം. മത്തങ്ങ പരിപ്പട, മത്തങ്ങ പായസം, പിന്നെ മത്തങ്ങ പൊരിച്ചത്, ചുട്ടത്, പരിപ്പ് വട, പായസം, പിന്നെ ഒരു മത്തങ്ങ ചുട്ടത്. എന്താവുമോ എന്തോ, കാത്തിരുന്ന് കാണാം. ഇത് പാചകം ചെയ്ത് മുൻപരിചയം ഉണ്ടോ കുട്ടിക്ക്? ഒന്നും ചെയ്തിട്ട്. ഓ, ഫസ്റ്റ് ടൈം ആണല്ലേ? ഓൾ ദ ബെസ്റ്റ്. ഐ നീഡ് ദാറ്റ്. താങ്ക് യു. അപ്പം ഞാൻ റെഡി. തുടങ്ങാം. എന്റെ പൊന്നോ, ഇനി എന്നെ വെച്ച് എന്തൊക്കെയാണോ ഈ പെണ്ണ് കാണിച്ചു കൂട്ടാൻ പോകുന്നത്? നോക്കി കണ്ടിരിക്ക. ഓ യാ, നമ്മളെപ്പോഴും മുറിച്ചേ മേടിക്കാറുള്ളല്ലേ? ഇതൊരു മുറിച്ചിട്ടില്ല. സ്റ്റീം ചെയ്യാൻ വെച്ചേ. പായസത്തിനുള്ളത്, ഡെസേർട്ടിനുള്ളത് വെച്ചു. ദിസ് വിൽ യൂസ് ഫോർ ഗ്രില്ലിങ്. ഇപ്പം എങ്ങനെ ഗ്രില്ല് ചെയ്യാം? ഓക്കെ, സോ ഇത് ഗ്രില്ല് ചെയ്യാൻ നമുക്കൊരു മാരിനേഡ് ഉണ്ടാക്കാം. എന്ന് വെച്ചാ മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ടേസ്റ്റ് കൊടുക്കണ്ടേ, അതിനുള്ളൊരു ശ്രമം. അല്ല, ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ, മഡോണയോ മറിയോ അങ്ങനെ എന്തോ? മാരിനേഡ് എന്ന് വെച്ചാൽ ഞാൻ പറയാം. അല്ല, മനസ്സിലായില്ല. എന്തുവാ ഇത്? ചെയ്ത് കാണിച്ചു.
മാരിനേഡ് എന്ന് വെച്ചാൽ സോ ഇറ്റ്സ് എ ഫ്ലേവർ കൺകോക്ഷൻ. കുട്ടിക്ക് വലിയ പരിചയമില്ല അല്ലേ? വിട്ടുകള. സോ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ട് ഈ സാധനത്തിന് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചിക്കനിലൊക്കെ പുരട്ടൂലേ ആ സാധനം. ഈ കുട്ടി എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? ഇനി വല്ല അടുക്കള അളക്കുവാണോ? കുട്ടിക്ക് എന്താ വേണ്ടത്? എന്താ ഈ കിടന്ന് തരുന്നേ? അറിഞ്ഞൂടാ, കുറച്ച് സ്വീറ്റ്നെസ് കൊടുക്കേണ്ടി വരും. സോ വിൽ ഡു സം സോയ് സോസ്. അല്ല കുട്ടി, ഞാനൊന്ന് ചോദിക്കട്ടെ, 2 ചോദിച്ചോ. കുട്ടി എത്ര കോൺഫിഡൻറ്റാ? ഗുഡ് ക്വസ്റ്റ്യൻ. 3 out of 10. ഞാൻ 3 കഴിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഓക്കെ, സോ ഗാർലിക് ഇട്ടു. ഉപ്പിടാം, അതൊരു നല്ല ഐഡിയ ആയിരിക്കും. കൊള്ളാം. ഉപ്പിട്ടില്ലല്ലോ ഇതുവരെ. ഐ തിങ്ക് ഫെനൽ വുഡ് ഗോ ഗുഡ്. എന്തോന്നേ എന്ന് വെച്ചാ? പെരുംജീരകപ്പൊടി. ഇതൊക്കെ എല്ലാവരുടെയും അടുക്കളയിൽ കാണുമോ? പെരുംജീരകം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമല്ലേ, എരിവ് വേണമല്ലോ. മുളക് പൊടി, എള്ളിടാം, പെപ്പർ, കുരുമുളക് പൊടി. ശർക്കര ഉണ്ടോ? മുളക് പൊടി ഇട്ടിട്ട് ചക്കരയോ? എന്തോ ആവട്ടെ. ഓയിൽ എന്തോ കുറവുള്ള പോലെ. കൊറിയാണ്ടർ, ചീരപ്പൊടിയോടെ ഇരിക്കട്ടെ ഒരു ഭംഗിക്ക്. ജാഗരി ഇട്ടത് ബിക്കോസ് ഇതിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ ഗ്രില്ലായിട്ട് വരും. സോ ആവശ്യമില്ല. നമുക്കിനി ടേസ്റ്റ് നോക്കാം. അല്ല, ഒന്നും പറഞ്ഞില്ല. കൊള്ളാം, അടിപൊളി. സോ വിൽ സ്റ്റാർട്ട് ഗ്രില്ലിംഗ്. വിൽ ആഡ് ഘീ ബിക്കോസ് ഇറ്റ് ഹാസ് എ ഹൈ സ്മോക്കിംഗ് പോയിന്റ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അറിയിട്ടില്ല, നമുക്ക് ഇട്ട് വെക്കാം. ഫലാഫൽ, സ്പ്രൗട്ടഡ് മൂവ്, എന്തുവാ? മുളപ്പിച്ച പയർ. ഫലാഫൽ ഇസ് എ മെഡിറ്ററേനിയൻ ഡിഷ്. അത് ബേസിക്കലി നമ്മുടെ പരിപ്പുടയായിട്ട് വളരെ വളരെ സാമ്യമുള്ളൊരു സാധനമാണ്. പക്ഷേ ഇന്ന് ഞാൻ എടുക്കുന്നത് പരിപ്പല്ല, സ്പ്രൗട്ട്സ്. ഹാഫ് ഗാർലിക് പൗഡർ, പിന്നെ കുറച്ച് ഇല വേണം, കുറച്ചധികം. എന്തിലയാണെങ്കിലും ഓക്കെ. വലിയ ഇല കാര്യമായിട്ട് ഇടണം, എന്തിലയാണെങ്കിലും, ബിക്കോസ് ദാറ്റ് ബ്രിങ്സ് ഫ്ലേവർ. സോ ലൈക്ക് ഡോണ്ട് ദിസ് മച്ച്. സോ വിൽ ആഡ് സം ജീര പൗഡർ, കൊറിയാൻഡർ. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, ലൈക്ക് പരിപ്പുവടയുടെ അതുപോലെ തന്നെ. അവിടെ ജാറിൽ ആദ്യമേ കുറച്ച് ക്രഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ. അത് ചെയ്യാല്ലേ. മാഷ്ഡ് പ്യൂരേഡ് പംകിൻ. അപ്പം ഇത് ചെയ്യാം. ഒരു ഉള്ളി കൂടെ ഇടാം. സോ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് കടലമാവ് ഇടാം. ഞാൻ ഉദ്ദേശിച്ചത് പോലും ഒന്നും നടക്കുന്നില്ല. എന്താണോ എന്തോ. ഇതായി. സോ യു ഹാവ് ടു ഫ്രൈ ദിസ് ഓർ പാൻ സിയർ ദിസ്, എനിത്തിങ് ആസ് പെർ യുവർ ഹെൽത്ത്. നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. സോ യു ക്യാൻ ഡു വൺ മോർ തിങ്. കുറച്ച് വൈറ്റ് സെസമി എടുത്തിട്ട് വീണ്ടും ഒരു പരീക്ഷണം. ചീസ് ഇരിക്കുന്നത് കണ്ടു, സോ വൈ നോട്ട്. കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് കട്ട് ചെയ്യാം, അകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കാൻ. ആൻഡ് ഇത് കുറച്ച് വൈറ്റ് സെസമിയിൽ വിൽ ജസ്റ്റ് ഡിപ്പ് ഇറ്റ്. ഓക്കെ, ഇനി ഫ്രൈ ചെയ്യാം. ടാസ്ക്കാണ്. പൊട്ടിത്തെറികളൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പൊ എത്രയുണ്ട് കോൺഫിഡൻസ് ലെവൽ? 7. നമുക്കിതിനൊരു ഡിപ്പ് ഉണ്ടാക്കാം. ക്രീം ചീസ്.
ഇത് മേയോ. നോട്ട് ടു ഗുഡ് ഫോർ ഹെൽത്ത് ബട്ട് വൈ നോട്ട്. അല്ല എന്തോന്ന് കുട്ടി എന്തോ പറഞ്ഞല്ലോ. നോട്ട് ടു ഗുഡ് ഫോർ ഹെൽത്ത് ബട്ട് വൈ നോട്ട്. അയ്യോ ഡിപ്പല്ലേ ഇരിക്കട്ടെ. കെച്ചപ്പ്. അണിയൻ. സമൂഹം. ഇത് രണ്ടും കഴിഞ്ഞു. ലൈക്ക് പ്രെപ്പ് കഴിഞ്ഞു. ഫുൾ ഡിഷ് വിൽ അസംബിൾ ടുഗെദർ. അടുത്ത ഡെസേർട്ട് പായസം. സോ ഫോർ പായസം ഫസ്റ്റ് വി വിൽ ഡു സംതിങ്. റേസിൻസ് ഇതൊക്കെ ഒന്ന് വറുത്ത്. ഓക്കെ ഇതായി. ഇത് ഇപ്പോൾ ഞാൻ ഈ സാധനത്തിലോട്ട് മാറ്റി തേങ്ങ ഇടാം. യെസ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഖീർ എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ, അത് തന്നെയാണ് ഞാനിവിടെ കേരളീകരിക്കാൻ നോക്കുന്നത്. എന്തോന്ന് കേരളകരിക്കണമെന്നോ? കേരളീകരിക്കാൻ. അതെന്തോന്ന കേരളീകരിക്കാൻ നോക്കുന്നത്. ഓ അങ്ങനെ. They make kheer with anything. ചോറ് വച്ചിട്ട് മത്തങ്ങ ഇടാം, ശർക്കര ഇടാം, അതിനുള്ളിൽ ഉപ്പിടാം കേട്ടോ. എന്ത് പായസത്തിൽ ഉപ്പോ? എനി സ്വീറ്റ് യു നീഡ് സോൾട്ട്. അല്ല തേങ്ങാപ്പാൽ ഒഴിക്കാൻ റെഡിയായി. ഇതും കൂടെ ഇടാം. സോ ഇതൊക്കെ ഇപ്പോൾ വൃത്തിയാക്കിയിട്ട് പ്ലേറ്റിംഗ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് പ്ലേറ്റ്. എളുപ്പമാവട്ടെ കുട്ടി, ഇന്ന് വല്ലോ തീരുവോ? ഇപ്പൊ എത്രയുണ്ട് കോൺഫിഡൻസ് ലെവൽ? 8. ശരി, ടേസ്റ്റ് ചെയ്താട്ടെ. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. വെരി നൈസ്, ആക്ച്വലി വെരി നൈസ്. ഭയങ്കരമായിട്ട് വെന്തിട്ടില്ല, പക്ഷെ ആവശ്യത്തിനുണ്ട്. ക്രഞ്ച്. കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ആവാം, തെറ്റില്ല, പക്ഷെ അല്ലെങ്കിലും കൊള്ളാം. നെക്സ്റ്റ് ഫലാഫിൽ. ബാലൻസ്ഡ് മീൽ. അടിപൊളി. ഞാൻ സംഭവമല്ലേ? പിന്നല്ല, താനൊരു മഹാസംഭവം തന്നെ. ഇതിടല്ലേ. ശരിയും കൊള്ളാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി കഴിഞ്ഞു. ഐ തിങ്ക് പാസ്സായി. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ പറ, പാസ്സായോ ഫെയിലായോ എന്ന് കമൻസിലിടാവോ. ഞാൻ അത് വായിക്കാൻ നല്ല രസമാണ്, അപ്പം ഞാൻ അത് വായിക്കും. കമൻസിൽ പറയൂ. ആൻഡ് പോകുന്നതിന് മുമ്പ് മാഷിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, അതൊന്ന് കേട്ടിട്ട് പോണേ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ എപ്പിസോഡ് ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ കൊടുത്ത ട്വിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഇതാ നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചാലഞ്ച്. എന്തെന്ന് വെച്ചാൽ നിങ്ങളേക്കും ട്വിസ്റ്റ് കൊടുക്കാൻ പറ്റും. നമ്മുടെ അപർണയ്ക്ക് നിങ്ങളും എന്തെങ്കിലും ട്വിസ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ മീഡിയ മെസ്സൻസ് മലയാളം എന്ന ഇൻസ്റ്റാ പേജിൽ പോയിട്ട് നമ്മൾക്ക് DM ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എന്താണ് ട്വിസ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഇല്ലേ എന്ത് പച്ചക്കറിയാണ് കൊടുക്കേണ്ടത്, അല്ലെ പാചകത്തിൻ്റെ നടുക്ക് എന്ത് ചെയ്യാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് DM ചെയ്യുക. ആ മീഡിയ മെസ്സൻസ് മലയാളം ഇൻസ്റ്റാ പേജിൽ മറക്കണ്ട. അതിൽ DM ചെയ്താൽ ഞാൻ അതെടുത്ത് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഇവിടെ ട്വിസ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം സെറ്റല്ലേ? എന്നാൽ നമുക്ക് വിടാലോ അല്ലേ? ജൂട്ട്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയ ട്വിസ്റ്റും പുതിയ ടേസ്റ്റോടെയും ഞങ്ങൾ വരുന്നതാണ്. ഇത് ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റ്. ഉറപ്പായിട്ടും
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അത് തെറ്റുകളാവട്ടെ ശരികളാവട്ടെ എന്തും ആവട്ടെ, നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങളത് വായിച്ചിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, നന്ദി, നമസ്കാരം, ബായ്, അടുത്ത ആഴ്ച കാണാം.